എന്താ മുകുന്ദേട്ട ഉണ്ടായത്? ആരായി ചതി ചെയ്തത്? പഴയ ശത്രുക്കളല്ല, അവരൊക്കെ ഇപ്പൊ എന്റെ നല്ല സുഹൃത്തുക്കളാ. ഇത് ഈ 60-ാം വയസ്സിൽ എനിക്കൊരു പുതിയ ശത്രു ഉണ്ടായിരിക്കുന്നു. അലക്സാണ്ടർ പേട്ട എന്നാ പേര്. എനിക്കറിയായിരുന്നു അയാളായതിന്റെ പിന്നിലെന്ന്. എന്റെ പ്രതാപകാലത്താണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ അലക്സാണ്ടർ പേട്ടയുടെ തല പിന്നെ കാണില്ല. പക്ഷെ ഇപ്പോ അതിന് കഴിയില്ല. എനിക്ക് സഹായിക്കാൻ പിന്നിൽ അണികളില്ലാത്ത കൊണ്ട് ശബ്ദിക്കാതിരിക്കുന്ന ആ ബുദ്ധി. മുകുന്ദേട്ടനും ഇല്ലേ കുറച്ചൊക്കെ സ്വാധീനം? ആ സ്വാധീനം ഉപയോഗിച്ച് ഇയാളെ നിലയ്ക്ക് നിർത്തിയാലെന്താ? അലക്സാണ്ടറെ നിലയ്ക്ക് നിർത്താൻ സ്വാധീനം മാത്രം പോരാ ഗോപാല, പണവും വേണം. അതെന്റെ ഈ തീരെയില്ല. എന്നെ സഹായിച്ചതിന്റെ പേരില്ല മുകുന്ദേട്ടൻ ഇപ്പോ. കേരളദേശത്തിൽ ലേഖനമെഴുതുന്ന സ്വന്തം ലേഖൻ മുകുന്ദേട്ടൻ. യഥാർത്ഥത്തിൽ മുകുന്ദേട്ടൻ തന്നെയാണോ ആ സ്വന്തം ലേഖകൻ? തനിക്കും സംശയമായി തുടങ്ങിയോ? എനിക്കറിയില്ല ആ അജ്ഞാതൻ ആരാണെന്ന്. ആരായാലും അവൻ മിടുക്കനാ. അപ്പൊ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ ആക്രമണം? അതെ, ആ തെറ്റിദ്ധാരണ എന്നും നിലനിൽക്കണമെന്നാ എന്റെ ആഗ്രഹം. തെറ്റിദ്ധാരണ മാറിക്കഴിഞ്ഞാൽ പിന്നെ അലക്സാണ്ടറെ ഗുണ്ടകൾ തേടിപ്പോകുന്നത് അവനെയായിരിക്കും, ആ മിടുക്കനായ ജേർണലിസ്റ്റിനെ. അത് പാടില്ല. എന്റെ തണലിൽ അവൻ വളരട്ടെ. ചിലപ്പോ അലക്സാണ്ടർക്കെതിരെ പിടിക്കാൻ പറ്റിയൊരു തുറുപ്പിട്ടാണെങ്കിലും അവൻ. ഈ കക്ഷി എന്നെ എന്റെ കുടുംബത്തിനെ സഹായിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോടതിയിൽ പ്രതിഭാഗം ഒക്കെ ഹാജരായിരുന്നപ്പോ തന്നെയും തന്റെ കുട്ടികളെ രക്ഷിക്കാൻ തന്റെ ഒരു ശിഷ്യം വന്നില്ലേ? അതുപോലെ ഇയാളും താൻ പഠിപ്പിച്ച തന്റെ ഒരു ശിഷ്യല്ലെന്ന് ആര് കണ്ടു? എത്രയോ വിദ്യാർത്ഥികളുടെ ഗുരുവാണ് താൻ. അവരൊക്കെ ഇപ്പൊ ഏതെല്ലാം പൊസിഷനിരിക്കുന്നു. ഗുരുവിനോട് നന്ദിയുള്ളവര് അപകട സമയത്ത് സഹായിക്കാനെത്തും. ദേ ഇപ്പൊ എന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. പട്ടിയെപ്പോലെ ഇടിച്ചു വീണ് റോഡിലിട്ടതാ. തക്ക സമയത്തൊരാള് വന്നു. താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരാള്. അയാൾ എന്നെ ഇവിടെ എത്തിച്ചത്. എന്നിട്ട് അയാളെവിടെ? കാഷ്വാലിറ്റിക്ക് പുറത്ത് തലവട്ടം കണ്ടിരുന്നു. റൂമിലേക്ക് മാറിയ ശേഷം കണ്ടിട്ടില്ല. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞതോ അയാളായിക്കൂടെ? ആവാം. എന്തൊക്കെയായാലും ആളൊരു പരോപകാരിയാ. നമ്മളെ സഹായിച്ചേനാ മുകുന്ദമാമയെ തല്ലിയെന്ന് തോന്നുന്നു. കഷ്ടം. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത മനുഷ്യനാ. നമ്മളെ മാത്രമല്ല, നമ്മളെ സഹായിക്കുന്നവരെ അലക്സാണ്ടറുടെ ആൾക്കാർ വേദനിപ്പിക്കുക. ഇത്തരക്കാർ പകരത്തിന് പകരം ചോദിച്ചാലും അടങ്ങിയിരിക്കില്ലമ്മേ. അവർക്ക് തൃപ്തി കിട്ടണമെങ്കിൽ മറുപക്ഷത്തുള്ളവര് നിശേഷം ഇല്ലാതാവണം. ആൾക്കാരെ മറഞ്ഞിരുന്നും കൂട്ടം കൂടി ആക്രമിക്കുന്നത് അത്ര വലിയ ധീരതയൊന്നുമല്ല. ഒരർത്ഥത്തില് പണവും സ്വാധീനവും ഉള്ളതുകൊണ്ട് ആൾക്കാരെ വിലക്കെടുത്ത് കാര്യം സാധിക്കുന്ന ഭീരു അലക്സാണ്ടർ. നമുക്കും അതാവാം. പക്ഷെ ഒരാൾക്ക് നേരെ കഠാര ഉയർത്തുമ്പോൾ
നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് നമ്മുടെ മനസാക്ഷിയാ. എന്തൊക്കെയായാലും അയാൾ നമ്മളെ ഈ നാട്ടില് സ്വസ്ഥതയോടെ ജീവിക്കാൻ അനുവദിക്കില്ല മോളെ. ഇത്തരം ശ്വാസമുട്ടൽ തന്നെയാ നമുക്ക് തൻ്റെ ഇടം നേടിത്തരുന്നത്. വിലക്കുകൾ അധികമാവുമ്പോൾ നമ്മൾ അറിയാതെ അതിനോട് പൊരുതാൻ ശ്രമിക്കും. ഇത്തരം സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരുന്നവർ ആരുടെ മുന്നിലും പതറില്ല, ഒരു ഭീഷണിക്ക് മുമ്പിലും തലകുനിക്കില്ല. എന്തെങ്കിലും ഒരിക്കൽ നമുക്കും നമ്മുടേതായ ഒരു ദിവസം വന്നു ചേരും ചേച്ചി. അന്ന് മുതലും പലിശയും സഹിതം തിരിച്ചടിക്കാനുള്ളൊരവസരവും ഈശ്വരൻ നമുക്ക് തരും. ആരോടും ഒരു പ്രതികാരവും നമുക്ക് ചെയ്യണ്ട. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയാൽ മതി. ആ, നാളെ അല്ലേടോ കോടതിയുടെ അടുത്ത വിസ്താരം. അതെ. അപ്പോ താനിങ്ങനെ ഇരുന്നാലെങ്ങനെ? അല്ല, മുകുന്ദേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാനെന്നും ഒറ്റയ്ക്കല്ലേടോ. ഇതൊന്നും സാരാക്കാനില്ല. താൻ വീട്ടിലേക്ക് അല്ലേ, എന്നിട്ട് തന്നെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ധൈര്യം കൊടുക്കുക. അവരവിടെ ഒറ്റയ്ക്കല്ലേ. കഴിഞ്ഞ പ്രാവശ്യം കോടതിയിൽ അരങ്ങേറിയ നാടകങ്ങളെക്കുറിച്ച് അറിയാമല്ലോ. അതിന്റെ പേടി തന്റെ കുട്ടികൾക്കുണ്ടാവും. കുട്ടികൾക്ക് മാത്രമല്ല, എനിക്കുമുണ്ട് പേടി. കാര്യം പപ്പൻ വളരെ നല്ല അഡ്വക്കേറ്റാ. പക്ഷേ തെളിവുകളെല്ലാം നമുക്കെതിരല്ലേ ഇപ്പോ. അതൊന്നും താൻ കാര്യാക്കണ്ട. അന്തിമ ജയം നമുക്ക് തന്നെയായിരിക്കും. നാളത്തോടെ വാദം കഴിയുമോ മുകുന്ദേട്ടാ? കോടതിയുടെ കാര്യല്ലേ, ഒന്നും പറയാൻ കഴിയില്ല. താൻ ഇങ്ങനെ വിഷമിക്കാതെ വീട്ടിലേക്കല്ലേ. ഗോപാല, ഇയാളെ വിളിച്ചോണ്ട് പോ. ഓ, വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഇവിടെ കൂട്ടിന് ആരും ഇല്ലാത്തതല്ലേ. ഗോപാലൻ ഇവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ. ഇതൊരു നല്ല ഹോസ്പിറ്റലാ. ഇവിടെ കൂട്ടിന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നഴ്സുമാര്, അറ്റൻഡർമാര്, അങ്ങനെ ഒരുപാട് പേര്. അതുകൊണ്ട് താൻ ഇയാൾക്കൊപ്പം ചെല്ല്. നേരെ ഒരുപാടായി. ആ, ചെല്ലടോ. പോകാം ഗോപാല. ഓ, അപ്പോഴേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം. ഞാനിങ്ങ് എത്തിക്കൊള്ളാം. ആ, Who suggested going to the cinema? Susan suggested going to the cinema. എഴുത്. Why didn't they play outside? They do not play outside because it was raining. അഡ്വക്കേറ്റ് പത്മകുമാറല്ലേ? അതെ. നാളെയല്ലേ പ്രൊഫസറുടെ മക്കളുടെ കേസ് കോടതിയിൽ എടുക്കുന്നത്? അതെ. കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. എപ്പോഴും എവിടെ വെച്ചും അപായപ്പെടുത്താൻ ശ്രമിക്കാം. കോടതിയിൽ നിങ്ങൾ എത്തരുതെന്നും പ്രൊഫസറുടെ മക്കൾ അടിയിടണമെന്നാണ് ശത്രുവിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ആരോ ഒരാൾ നിങ്ങളെ മുറിവേൽപ്പിക്കാനായി നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട്. ശ്രദ്ധിക്കുക. നിങ്ങൾ ആ പഴയ... അതെ, ആ അജ്ഞാതൻ തന്നെ. ഇപ്പോൾ ശബ്ദം പരിചിതമാണല്ലോ. എന്തായാലും വൈകാതെ നമുക്ക് നേരിൽ കാണാം. ആരാ വിളിച്ചത്? അത് ഒരു ക്ലൈന്റാ. ക്ലയന്റ് വിളിച്ച ഇത്രയും ടെൻഷൻ ആവില്ലല്ലോ പപ്പേട്ടൻ. ഓ, ഇനിയിപ്പോ സംശയായി. വെറുതെ ഞാൻ പപ്പേട്ടനെ സംശയിക്കാറില്ലല്ലോ. മുഖം അത്രയ്ക്ക് വിളറി, അതുകൊണ്ടാ. എന്താ കാര്യം പപ്പേട്ട? ഒന്നുമില്ല. ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ഈ രാത്രിയിലോ? എനിക്ക് SP ജേക്കബ് ജോൺ ഒന്ന് കാണണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ SP-ക്ക് ഫോൺ ചെയ്താ പോരെ? നേരിട്ട് പറയേണ്ട കാര്യങ്ങൾ നേരിട്ട് തന്നെ പറയണം. ഞാനൊന്ന് ഡ്രസ് മാറട്ടെ. മുകുന്ദേട്ടനെ ആക്രമിച്ചവരുടെ ലക്ഷ്യം കൊലപാതകമായിരുന്നില്ല. മറിച്ച് പേന പിടിക്കുന്ന കൈ അടിച്ച് തളർത്തുക, വലതുകൈയുടെ സ്വാധീനം ഇല്ലാതാക്കുക. അതുവഴി ഇനിയൊന്നും എഴുതാൻ കഴിയാതെ മുകുന്ദേട്ടൻ്റെ മൂലയിൽ ചടഞ്ഞുകൂടുക. അതായിരുന്നു ഉദ്ദേശം. ഇരുമ്പ് ദണ്ടുകൊണ്ട് അടിച്ചത്. വലതുകൈയുടെ എല്ലിന് പൊട്ടലുണ്ട്. ഇപ്പൊ പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. അതിനും കാരണക്കാര് നമ്മളല്ലേ അച്ഛാ. നമുക്ക് അനുകൂലമായി കേരളദേശത്തില് മൂത്തമാമ എഴുതിയെന്നും പറഞ്ഞല്ലേ മൂത്തമാമയ്ക്ക് ഇപ്പൊ ഈ ശിക്ഷ കിട്ടിയിരിക്കുന്നത്. അതെ, പക്ഷെ സത്യം അതല്ലല്ലോ. കേരളദേശത്തിൽ ലേഖനങ്ങൾ എഴുതുന്നത് മറ്റാരും അല്ലേ. ആരോ ചെയ്ത കർമ്മത്തിന് ഫലം കിട്ടിയത് മുകുന്ദേട്ടനും.
മുകുന്ദേട്ടൻ അവിടെ കൂട്ടാരുണ്ട്? ആരുമില്ല. നാളെ കേസിന്റെ ദിവസമായതുകൊണ്ട് എന്നെ അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല. എന്നാ ഗോപാലേട്ടൻ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാളെ എൻ്റെ ഒപ്പം പറഞ്ഞയച്ചു. പാവം. കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് ഈ നാട്ടിൽ ചേക്കേറിയപ്പോൾ കൈത്താങ്ങായി എൻ്റെ കൂടെ നിന്നയാളാ. ഒറ്റത്തടിയായി നിൽക്കുന്നതിനെ വിമർശിക്കുമ്പോഴൊക്കെ മുകുന്ദേട്ടൻ പറയാറുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ലടോ, തൻ്റെ കുടുംബം എൻ്റെ സ്വന്തമാണെന്ന്. നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ കൂടെ നിന്നു. ഇപ്പോൾ നമുക്കായി തന്നെ. കഴിഞ്ഞ പ്രാവശ്യം കോടതി പോയപ്പോ കൂട്ടിന് മുകുന്ദമാമ ഉണ്ടായിരുന്നു. നാളെ അതുണ്ടാവില്ലല്ലോ അച്ഛാ. എന്നും എല്ലാവരും കൂട്ടിന് കാണില്ല മോളെ. ഇന്ന് മുകുന്ദമാമ, നാളെ അച്ഛൻ. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ഓരോരുത്തരായി നമ്മുടെ കൂട് വിട്ടുപോകും. പരസഹായമില്ലാതെ നമ്മൾ ജീവിക്കാൻ പഠിച്ചേ മതിയാവൂ. നാളെ കോടതിയിൽ എന്തൊക്കെ സംഭവിക്കുമോ? കോടതി ഞങ്ങളെ ശിക്ഷിക്കു വെച്ചാ. നമ്മുടെ വക്കീലത്ര നിസ്സാരക്കാരനല്ല. ഹൈക്കോടതി വരെ കേസ് വാദിച്ച് ജയിച്ചിട്ടുള്ളയാളാ. എനിക്കുറപ്പുണ്ട് എന്റെ പപ്പൻ നമ്മളെ രക്ഷിക്കുമെന്ന്. ക്ഷേത്രത്തിൽ പോയി ഒന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കണമെന്നുണ്ട്. പക്ഷെ അതിന് കഴിയുന്നില്ലല്ലോ അച്ഛാ. എന്തിനാ ഞങ്ങളെ ആൾക്കാരിങ്ങനെ നോക്കുന്നേ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഹായ്, ഡാഡി വന്നമ്മേ. ആരാ? ആ, വക്കീലില്ലേ? ഇല്ല. ഹാ, അതെന്താണപ്പാ, രാത്രിയായാലും കോടതിയും കേസുമായിട്ട് അങ്ങ് നടക്കുകയാണല്ലേ? എന്തോ ആവശ്യത്തിന് പുറത്തു പോയതാ. അല്ലെങ്കിൽ രാത്രിയിൽ ഇവിടെ കാണേണ്ടതാ. മിക്കവാറും ഉടനെ വരും. ഓഫീസ് റൂമിലേക്ക് ഇരിക്കാം. അയ്യോ വേണ്ട, വക്കീലില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല. ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് പോയേക്കാം. എന്റെ പേര് അലക്സാണ്ടർ പേട്ട. വക്കീൽ എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാവും, എനിക്കറിയാം. ഇപ്പൊ വന്നത് വളച്ചു കെട്ടില്ല, അതങ്ങ് പറയാം. ഒരു കോളേജ് പ്രൊഫസറുടെ മക്കളുടെ കേസ് നാളെ കോടതി വിചാരണയ്ക്കെടുക്കുക. കൊച്ചിന്റെ കെട്ടിയവനാ അവർക്ക് വേണ്ടി വാദിക്കുന്നത്. എനിക്കതിൽ തീരെ താല്പര്യമില്ല. ഒരിക്കൽ അത് ഞാൻ നേരിട്ട് പറഞ്ഞതാ. പക്ഷെ എന്ത് ചെയ്യാനാ, വക്കീലല്ലേ, വാചകം അടിച്ച് എന്നെ അങ്ങ് മടക്കി അയച്ചു കളഞ്ഞു. ഇപ്പോഴും അതേ ആവശ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദയവ് ചെയ്ത് വക്കീല് നാളെ കോടതിയിൽ ഹാജരാകാതിരിക്കാൻ കൊച്ചൊന്ന് പറയണം. കേസിന്റെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാറില്ല. ഇടപെടണ്ട, ഇടപെടാൻ പാടില്ല. അയ്യോ, നമുക്കറിയാത്ത ഒരു വിഷയത്തെ ഇടപെട്ട് നമ്മളെന്തിനാ വെറുതെ സമയം കളയുന്നേ എന്ന് കരുതി ഈ ഒരു കേസിൽ മാത്രം കൊച്ചു വക്കീലിനെ ഒന്ന് ഉപദേശിക്കുന്നത് നല്ലതാ. അതിന് കാരണമുണ്ട്. വക്കീൽ ഈ കേസ് ഏറ്റെടുത്ത പ്രൊഫസറുടെ മക്കൾ ചിലപ്പോൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടും എന്ന് വെച്ചാ വക്കീൽ ജയിച്ചാൽ അലക്സാണ്ടർ തോക്കുമെന്ന അർത്ഥം. തോൽക്കുന്ന പന്തയത്തിലൊന്നും അലക്സാണ്ടർ പങ്കെടുക്കാറില്ല. തോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോ എനിക്കൊന്ന് ജയിക്കാൻ കൊച്ചൊന്ന് സഹായിക്കണം. സഹായിക്കേണ്ട ഞാനല്ല, പപ്പേട്ടനാ. പപ്പേട്ടനോട് എന്നെ നേരിട്ട് പറഞ്ഞോളൂ. ഇടഞ്ഞു നിൽക്കുന്ന കൊമ്പനെ മെരുക്കാൻ ഭാര്യയോളം കഴിവ് മറ്റാർക്കാ ഉള്ളത്? അതുകൊണ്ട് ഞാൻ പറയുന്നതിലും നല്ലത് കൊച്ചു തന്നെ വക്കീലിനോട് പറയുന്നതാ. ഇനിയിപ്പോ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ആഹാ, എന്താ മോളെ പേര്? ആഹാ, നല്ല പേര്. ഈ ഒരു കുട്ടിയേ ഉള്ളോ? അയ്യോ, കഷ്ടം. സ്നേഹിക്കാനും ലാളിക്കാനും ഒന്നേ ഉള്ളുവെങ്കിൽ വക്കീൽ ഇങ്ങനെ കിടന്ന് വാശി പിടിക്കണോ? ഉള്ളത് പോയാ പിന്നെ കണ്ണീര് മാത്രമായിരിക്കും മിച്ചം. ഇപ്പൊ ഈ കേസിൽ വരുന്ന പ്രൊഫസർ ഉണ്ടല്ലോ,
അയാളും എൻ്റെ വാക്ക് കേൾക്കാതെ പോയ ആളാ. അതുകൊണ്ടെന്താ, കൊടുത്തപ്പോ അയാൾക്കിട്ടല്ല കൊടുത്തത്, അയാളുടെ മക്കൾക്കിട്ട. ദേ, അയ്യോ, ഈ പൊന്നുമോളോട് സ്നേഹമുണ്ടെങ്കിൽ വക്കീലിനോട് പറ, നാളെ കോടതിയിൽ കേസെടുക്കുന്ന സമയത്ത് മാന്യമായി വീട്ടിനകത്ത് കഥ കടച്ചിരിക്കാൻ. സ്വന്തം ഭാവിക്കായാ പറയുന്നത്. പിന്നെ കേൾക്കുന്നതും കേൾക്കാതിരിക്കുന്നതും കൊച്ചിന്റെ ഇഷ്ടം. മോളെ, മാമൻ പോട്ടെ. അയ്യോ, ആരാ അമ്മേ അങ്കിള്? എനിക്കറിയില്ല. മോള് വാ. ഡാഡി ഇനിയും വന്നില്ലല്ലോ മമ്മി. അഡ്വക്കേറ്റിനെ കാണാൻ പോയിട്ട് അയാൾ എന്ത് പറഞ്ഞു ആവോ? പ്രൊഫസറുടെ ശിഷ്യനല്ലേ, അതുകൊണ്ട് നമ്മുടെ ഭാഗത്തേക്ക് ചായാൻ ഡാഡി ഒരുപാട് ശ്രമിക്കേണ്ടി വരും. അയാൾ കോടതിയിൽ ഹാജരാവാതിരുന്ന അവളന്മാർക്ക് ശിക്ഷ ഉറപ്പാ അല്ലേ മമ്മി? പക്ഷെ ഹാജരാകാതിരിക്കണ്ടേ? പണത്തിലും സ്വാധീനത്തിലും ഒന്നും വീഴുന്ന ആളല്ല അഡ്വക്കേറ്റ് പത്മകുമാറിനാ കേൾവി. ഒരു ദിവസം, ഒരേ ഒരു ദിവസം അവളുമാർ ജയിലിൽ കിടന്നാ മതി. അങ്ങനെ സംഭവിച്ചാ എനിക്ക് പോയെന്ന് കാണണം ആ കാഴ്ച. ഡാഡി വന്നെന്ന് തോന്നുന്നു. എന്തായി ഡാഡി? എന്നെ ടെൻഷൻ ആക്കാതെ ഒന്ന് പറ ഡാഡി. ഞാൻ എന്തോന്ന് പറയാനടി? ആ തല തിരിഞ്ഞ വക്കീലിനെ കണ്ടില്ല, അത്ര തന്നെ. അയാൾ എവിടെ പോയി ഈ ചായ? എന്റെ അപ്പന്റെ എന്റെ നാക്കൊക്കെ വല്ലാതെ വരുന്നുണ്ട്. കയറി വരുമ്പോഴേക്ക് അമ്മയും മോളും കൂടി ഒരു കോസവിസ്താരം. വക്കീലിനെ കാണാൻ പോയിട്ട് അയാളെ കണ്ടില്ല, അതിനി വീട്ടിലുള്ളവരുടെ മെക്കിട്ട് കയറുക. നാളെ കോടതിയിൽ വിസ്താരം ഉള്ളതല്ലേ, അപ്പൊ അയാൾ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടാവും. എവിടെയാണേലും അയാളെ പോയി കണ്ട് എങ്ങനെയും ഈ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാത്ത എന്താ? എന്നാ ഒരു കാര്യം ചെയ്യും, അമ്മയും മോളും കൂടെ ചെന്നേ ആ വക്കീലിന്റെ കാലെല്ലാം കൊണ്ട് വീഴ്. അപ്പൊ അയാൾ കേൾക്കും, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അപ്പന്റെ ഒരു കോസവിസ്താരം. അപ്പോ അഡ്വക്കേറ്റ് കോടതിയിൽ പ്രസന്റ് ആവും അല്ലേ? ഭാവി പ്രവചിക്കാനേ ഞാൻ ജോത്സ്യരൊന്നും അല്ല. ദേ ചാടിയിട്ട് പോയത് കണ്ടില്ലേ? അങ്ങേരോട് തന്നെ പോയി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്ക്. വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുക, തനിക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. എന്താ കാര്യം? കാര്യം പറഞ്ഞ പപ്പേട്ടനതനുസരിക്കോ? താൻ പറഞ്ഞിട്ടുള്ളത് എന്താ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുള്ളത്? ധൈര്യമായിട്ട് പറയടോ. എന്നാ പപ്പേട്ടന് കേസിന് പിന്മാറണം. പ്രൊഫസറുടെ മക്കളുടെ കഥ കേട്ട് എങ്ങനെയും ആ കുട്ടികളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ താനാണോ ഇപ്പൊ ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന് പറയുന്നത്? സ്വന്തം കുടുംബത്തിന്റെ കാര്യം വരുമ്പോ ആർക്കായാലും അല്പ സ്വല്പം സ്വാർത്ഥതയ്ക്ക് ഉണ്ടാവും. ഞാൻ ഒരു സാധാരണ സ്ത്രീയാ, അതുകൊണ്ട് എനിക്കുണ്ട് കുറച്ചൊക്കെ പേടിയും ഭയവും. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? ഇപ്പൊ ഒന്നും ഉണ്ടായില്ല, പക്ഷേ ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. പ്രൊഫസറുടെയും മക്കളുടെയും ഗതി നാളെ നമുക്കും ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? ഏയ്, താനെന്താ ഇങ്ങനെയൊക്കെ? കാരണമുണ്ട് പപ്പേട്ട. ഇന്നിവിടെ ഒരാള് വന്നിരുന്നു പപ്പേട്ടൻ പോയ പിറകെ. വേറെ ആരുമല്ല, അലക്സാണ്ടർ പേട്ട. എന്നിട്ട് താനെന്താ എന്നോട് പറയാതിരുന്നേ? വന്നപ്പോഴേ ടെൻഷൻ ആക്കണ്ട, സാവകാശം പറയാന്ന് കരുതി. അയാൾ എന്തിനാ വന്നത്? നാളെ പപ്പേട്ടൻ കോടതിയിൽ ഹാജരാകരുതെന്ന് പറയാൻ. ഒരിക്കൽ ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ അടുത്ത് വന്നതാ. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. വക്കീൽ ഓഫീസിൽ വന്ന് ഭീഷണി മുഴക്കിയപ്പോ അത് കേൾക്കാത്തോണ്ട് ഇനി നേരെ വീട്ടിൽ കയറി വന്നതാവും. ഇവിടെയാകുമ്പോ ഭാര്യയും കുട്ടിയുണ്ടല്ലോ. എന്റെ കാര്യം വിട്, എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അയാളുടെ നോട്ടം നമ്മുടെ കുഞ്ഞിന്റെ നേർക്കാണെങ്കിൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല പപ്പേട്ട. ഇപ്പൊ തന്നെ പാറുവിനെ മുൻനിർത്തി ചില ഭീഷണിയൊക്കെ മുഴക്കിയിട്ട് അയാൾ പോയത്. മറ്റുള്ളവരുടെ ഭീഷണിക്ക് മുന്നിൽ സ്വന്തം സത്യത്തെ ബലി കഴിപ്പിക്കാനായിരുന്നുവെങ്കിൽ ഞാൻ ഈ പ്രൊഫഷൻ തെരഞ്ഞെടുക്കില്ലായിരുന്നു. അലക്സാണ്ടർ പേട്ട എന്നല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും ഞാൻ പ്രൊഫസർ കൊടുത്ത വാക്ക് വാക്കാ. അപ്പോ എന്റെ വാക്കിന് ഒരു വിലയില്ലേ?
ഇവിടെ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. ഭർത്താവിന്റെ മനസ്സെന്താന്ന് പറഞ്ഞ് പ്രവർത്തിക്കുകയാണ് ഒരു നല്ല ഭാര്യ ചെയ്യേണ്ടത്. അല്ലാതെ പ്രതിസന്ധി ഉണ്ടാകുമ്പോ ഭർത്താവിനെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കല്ലേ വേണ്ടത്. അലക്സാണ്ടർ പേട്ട ആരാ? കയ്യിൽ കുറെ പുത്തൻ നോട്ടുകളുള്ള ഒരു മധ്യരാജാവ്. നേരും നെറിയും എന്തെന്ന് അറിഞ്ഞൂടാത്തോണ്ട് സമൂഹത്തിന് ബാധ്യതയായ നാലാംകിട ക്രിമിനൽ. അയാൾക്ക് മുന്നിൽ ഞാൻ എന്റെ തൊഴിൽ അടിയറ വെക്കില്ല. എന്ന് വെച്ചാ എനിക്കും എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? അതെ.